നീ ഇന്നലെ എന്ത് പണിയാണ് കാണിച്ചേ? എൻ്റെ കൈ മുറിഞ്ഞു. ഇറ്റ് ഹേർട്ടഡ് മീ യെസ്റ്റർഡേ. ഹേർട്ടഡ് എന്ന് പറയാറുണ്ടോ? ഹേർട്ടഡ്. ഹേർട്ട് എന്ന് പറഞ്ഞാൽ വേദനിക്കുക അല്ലേ? അപ്പം ഹേർട്ടഡ് പാസ്റ്റ് ആകുമ്പം ഇ ഡി ചേർക്കണമല്ലോ അല്ലേ? അങ്ങനെയായിരിക്കും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവുക. പക്ഷെ അവിടെ ഇ ഡിയുടെ ആവശ്യം വരുന്നില്ല. നമ്മളിതിന് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ചെറിയൊരു കാര്യം റെഗുലറിൻ്റെയും ഇറഗുലർ വേർബ് എന്താണെന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ ഈ ഹേർട്ട് അല്ലെങ്കിൽ കട്ട് എന്നൊക്കെ പറയണത് ഇറഗുലർ വേർബാണ്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ എന്തായാലും വരും. കാരണം നമ്മളിതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഒരേ പാറ്റേണിൽ പോകുന്നതിനെയാണ് നമ്മൾ റെഗുലർ വേർബ് എന്ന് പറയുക, അല്ലാത്തതിനെയാണ് ഇറഗുലർ വേർബ്, അതായത് ഗോ വെന്റ് ഗോൺ പോലെയുള്ളതിനെയാണ് ഇറഗുലർ വേർബ് എന്ന് പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇത് റെഗുലർ വേർബ് ആവുക എപ്പോഴാന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ പാസ്റ്റിൻ്റെയും അതുപോലെ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിളിൻ്റെ കൂടെയും ഇ ഡി അല്ലെങ്കിൽ ഡി അല്ലെങ്കിൽ ഐ ഡി വരുന്ന സമയത്താണ്. ഓക്കെ, അത് വരുമ്പോൾ മാത്രമാണ് ഇത് റെഗുലർ വേർബ് ആവുന്നത്. അല്ലാത്ത പക്ഷം ഏത് വേർബ് ആവട്ടെ അതൊക്കെ എന്താണ്? ഇറഗുലർ വേർബാണ്. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഗോ വെൻ ഗോൺ, റൈറ്റ് റോഡ് റിട്ടൺ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന ഹേർട്ട് ഹേർട്ട് ഹേർട്ട്, കട്ട് കട്ട് കട്ട്, പുട്ട് പുട്ട് പുട്ട്, ഈ സാധനങ്ങളൊക്കെ ഇല്ലേ? ഈ സാധനങ്ങളൊക്കെ വരിക ഇറഗുലർ വേർബിൻ്റെ താഴെയാണ് കേട്ടോ. ഇതെന്തായാലും ഞാൻ കൂടുതൽ പറഞ്ഞു പോകുന്നില്ല, കാരണം ഇത് നമുക്ക് വേറൊരു വീഡിയോ തന്നെ ചെയ്യാം, കൺഫ്യൂഷനൊക്കെ മാറ്റിയെടുക്കാം. നമ്മൾ ചിന്തിക്കേണ്ടത് ഹേർട്ട് എന്ന് പറയുന്ന വേർബിന് അതിൻ്റെ പാസ്റ്റ് ആയാലും അതിൻ്റെ പാസ്റ്റ്, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 ആയാലും ഒന്ന് തന്നെയായിരിക്കും. ഹേർട്ട് 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 തന്നെയായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെ പറഞ്ഞാൽ മതി? ഇറ്റ് ഹേർട്ട് മീ യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ മതി. ഇറ്റ് ഹേർട്ട് മീ യെസ്റ്റർഡേ, ഇന്നലെ ഇത് എന്നെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി. അവിടെ ഹേർട്ടഡ് എന്ന് വേണ്ട. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്നൊരു സംശയമാണ്, അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഇപ്പം പ്രസൻറ്റിൽ നടന്ന കാര്യമാണ് അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്ന കാര്യമാണോ എന്നെങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത്? അപ്പോൾ നമുക്കറിയാം, ഇതിനു മുൻപ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതായത് ഹീ ഷീ ഇറ്റ് അല്ലെങ്കിൽ എൻ്റെ പേര് എൻ്റെ ഈ സാധനങ്ങളൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കൂടെ എസ് ചേർക്കാം അല്ലേ? അപ്പോൾ ഹീ ആണെങ്കിൽ നമ്മളിപ്പോൾ ഹീ ഹേർട്സ് മീ അല്ലെങ്കിൽ ഷീ ഹേർട്സ് മീ എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം, ആ എസിൻ്റെ വരവോടുകൂടി നമുക്കറിയാം ഇത് പ്രസൻറ്റ് ടെൻസ് ആണ് എന്ന്. പക്ഷേ പിന്നെയും കൺഫ്യൂഷൻ വരെ എവിടെയാന്ന് വെച്ചാൽ ഈ അയ്യുദേവി വരുന്ന സമയത്താണ്. ഈ അയ്യുദേവിയുടെ കൂടെ നമ്മൾ എസ് ചേർക്കില്ല എന്ന് മുൻപ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം അങ്ങനെയാവുന്ന സമയത്ത് ഐ ഹേർട്ട് അല്ലെങ്കിൽ യു ഹേർട്ട് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ പാസ്റ്റ് ആണോ അല്ലെങ്കിൽ പ്രസന്റ് ആണോ എന്നെങ്ങനെ തിരിച്ചറിയും എന്നൊരു കൺഫ്യൂഷൻ വരും. നമ്മൾ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് സാധാരണയായിട്ട് നമ്മൾ സമയം മെൻഷൻ ചെയ്യും, അതായത് യെസ്റ്റർഡേ അല്ലെങ്കിൽ ദിസ് മോർണിംഗ്, അങ്ങനെ എന്തെങ്കിലും ഒരു സമയം നമ്മൾ എന്ത് ചെയ്യും? മെൻഷൻ ചെയ്യും. They cut the cake yesterday. They cut the cake yesterday. കട്ടുന്നതിന് കൂടെ നമ്മൾ എന്ത് ചെയ്യില്ല? ഐ ഡി ചേർക്കില്ല കേട്ടോ. കട്ടിടുന്നൊന്നും ഉപയോഗിക്കരുതേ, അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല കേട്ടോ. കട്ട് 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 അങ്ങനെയുള്ളൂ. ഓക്കെ, അപ്പോൾ ദേ കട്ട് ദ കേക്ക് യെസ്റ്റർഡേ. കണ്ടോ, അവിടെ യെസ്റ്റർഡേ എന്ന വരവോടുകൂടി നമുക്ക് മനസ്സിലായി ഇത് കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അവർ ഇന്നലെ കേക്ക് മുറിച്ചു എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനിയിപ്പോൾ ആ കട്ട് തന്നെ നമുക്ക് പ്രസൻറ്റിലൊന്ന് ഉപയോഗിച്ച് നോക്കാം. ഹി കട്ട്സ് ദ കേക്ക്. ഹി കട്ട്സ് ദ കേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും വേണ്ട. ആ എസ് കാണുമ്പോൾ പറയാം പ്രസന്റ് ടെൻസ് ആണ് എന്നല്ലേ? കട്ടിൻ്റെ കൂടെ എസ് വന്നു, അത് ഹീ ആയതുകൊണ്ടാണേ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ടീമാണെങ്കിലോ, ഇപ്പം ദേ ആണെങ്കിൽ ദേ കട്ട് ദ കേക്ക് എന്ന് പറഞ്ഞു, ദേ കട്ട് ദ കേക്ക്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ പിന്നെയും വന്നു, ഇതിനി പ്രസന്റ് ആയിരിക്കുമോ പാസ്റ്റ് ആയിരിക്കുമോ? നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പാസ്റ്റ് ആവുമ്പോൾ ഒരു സമയം നമ്മളവിടെ മെൻഷൻ ചെയ്യുമെന്ന് അല്ലേ? അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താ? ദേ കട്ട് ദ കേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അവർ കേക്ക് കട്ട് ചെയ്യാറുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. കാരണം അവിടെ പ്രത്യേകിച്ച് സമയം നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല. നമുക്ക് ഇങ്ങനെ പറയാം, ദേ കട്ട് ദ കേക്ക് എവറി സൺഡേ. എല്ലാ ഞായറാഴ്ചകളിലും അവർ കേക്ക് കട്ട് ചെയ്യാറുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ പാസ്റ്റ് എങ്ങനെ തിരിച്ചറിയാം, പ്രസന്റ് എങ്ങനെ തിരിച്ചറിയാമെന്ന് മനസ്സിലായല്ലോ? ഇനിയിപ്പോൾ ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സെൻറ്റൻസോ ഒക്കെ ആണെങ്കിൽ അത് പാസ്റ്റ് ആണോ പ്രസന്റ് ആണോ എന്ന് തിരിച്ചറിയാൻ നമ്മൾ അതിലെ ഡു ഡസ് ഡിഡ് നോക്കിയാൽ മതി. നമ്മളിതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നെഗറ്റീവ് സെൻറ്റൻസ് ആകുമ്പോൾ നമുക്ക് ഇവന്മാരെ എന്തായാലും വേണം, അതുപോലെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമെങ്കിലും ഇവരെ വേണം അല്ലേ? ദേ ഡോണ്ട് കട്ട് ട്രീസ്. അവർ മരം മുറിക്കാറില്ല. ദേ ഡോണ്ട് കട്ട് ട്രീസ്. ദേ ഡോണ്ട്, ഡു നോട്ട്. ഡു ആണ് ഏത് ടെൻസ് ആണ്? പ്രസന്റ്. ദേ ഡിഡ്ന്റ് കട്ട് ദ ട്രീ എന്നാണെങ്കിലോ ദേ ഡിഡ് നോട്ട്, അതാണെങ്കിലോ ഡിഡ് ആണ് അല്ലേ? അപ്പം എന്താണ്? പാസ്റ്റ് ആണ്. അതായത് അവർ മരം മുറിച്ചില്ല എന്നാണ് അർത്ഥം. ഓക്കെ, അവിടെ കട്ടഡ് എന്ന് പറയരുതേ. അവനവൻ്റെ കൂട്ടുകാരെ വേദനിപ്പിക്കാറുണ്ട്. അവനവൻ്റെ കൂട്ടുകാരെ വേദനിപ്പിക്കാറുണ്ട്. റുണ്ട് പ്രസന്റ് ടെൻസ് ആണ്. എങ്ങനെ പറയും? ഹി ഹേർട്ട് ആണോ ഹേർട്സ് ആണോ? ഹി ആയതുകൊണ്ട് അല്ലേ? ഹി ഹേർട്സ് ഹിസ് ഫ്രണ്ട്സ്. അത് പ്രസന്റ് ആയതുകൊണ്ടാണ് നമ്മൾ എസ് ചേർക്കണേ. ഹി ഹേർട്സ് ഹിസ് ഫ്രണ്ട്സ്. ഹി ഹേർട്സ് ഹിസ് ഫ്രണ്ട്സ്. അവൻ ഇന്നലെ അവൻ്റെ കൂട്ടുകാരെ വേദനിപ്പിച്ചു. അവൻ ഇന്നലെ അവൻ്റെ കൂട്ടുകാരെ വേദനിപ്പിച്ചു. ഹി ഹേർട്സ് അഗെയിൻ വരുമോ? എസ് വരുമോ? ഇല്ല അല്ലേ? വേദനിപ്പിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഹി ഹേർട്ട് വരെ ശരിയാണ്. ഓക്കെ, ഹി ഹേർട്ട് ആരെയാണ്? ഹിസ് ഫ്രണ്ട്സ്. എപ്പോ? ഇന്നലെ, യെസ്റ്റർഡേ. കണ്ടില്ല, ആ യെസ്റ്റർഡേ വന്നതുകൊണ്ടാണ് എസ് പോയത്.
കാരണം ഇത് പ്രസന്റ് ടെൻസ് അല്ല, അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ഹി ഹേർട്ട് ഹിസ് ഫ്രണ്ട്സ് യെസ്റ്റർഡേ. ഇന്നലെ അവൻ അവൻ്റെ കൂട്ടുകാരെ എന്ത് ചെയ്തു? വേദനിപ്പിച്ചു. യെസ്റ്റർഡേ വന്നതോടുകൂടി നമ്മുടെ എസ് അങ്ങ് പോയി. അമൽ ദിവസവും അവൻ്റെ പുസ്തകങ്ങൾ ബാഗിൽ വെക്കാറുണ്ട്. അമൽ ദിവസവും അവൻ്റെ പുസ്തകങ്ങൾ ബാഗിൽ വെക്കാറുണ്ട്. എങ്ങനെ പറയും? അമൽ പുട്സ് ഹിസ് ബുക്സ് ഇൻ ദ ബാഗ് എവറി ഡേ. അമൽ പുട്സ് ഹിസ് ബുക്സ് ഇൻ ദ ബാഗ് എവറി ഡേ. മഴ പെയ്യുമ്പോൾ ടീച്ചർ ജനൽ അടയ്ക്കാറുണ്ട്. മഴ പെയ്യുമ്പോൾ ടീച്ചർ ജനൽ അടയ്ക്കാറുണ്ട്. എങ്ങനെ പറയും? The teacher shuts the window when it rains. The teacher shuts the window when it rains. ടീച്ചർ 5 മിനിറ്റ് മുൻപേ ജനൽ അടച്ചു, അല്ലെങ്കിൽ 5 മിനിറ്റ് മുൻപ് ജനൽ അടച്ചു. ഏത് ടെൻസാ? പാസ്റ്റ്, കഴിഞ്ഞത് അല്ലേ? എങ്ങനെ പറയും? The teacher shut the window 5 minutes ago. The teacher shut the window 5 minutes ago. എന്താ ഇപ്പോൾ പറഞ്ഞു വന്നേ? ഷട്ടിൻ്റെ കൂടെയും ഇ ചേർക്കരുത് കേട്ടോ. ഷട്ടഡ് എന്ന വാക്കില്ല കേട്ടോ. ഈ ഡ്രസ്സിന് വലിയ വിലയാണ്, വളരെ വില കൂടുതലാണ്. ദിസ് ഡ്രസ് കോസ്റ്റ് ഹൈ. ദിസ് ഡ്രസ് കോസ്റ്റ് ഹൈ. ദിസ് വന്നുകൊണ്ടാണ് കോസ്റ്റ്, കാരണം ഡ്രസ്സിനെ കുറിച്ചാണല്ലോ പറയണേ, ഒരു സാധനത്തെ കുറിച്ചാണല്ലോ പറയണേ, അതുകൊണ്ടാണ് എസ് വന്നത് കേട്ടോ. അതായത് കോസ്റ്റിൻ്റെ കൂടെയും കോസ്റ്റഡ് ഇ ചേർക്കുന്ന പരിപാടി ഇല്ല കേട്ടോ. ദിസ് ഡ്രസ് കോസ്റ്റ് ഹൈ. കഴിഞ്ഞ ആഴ്ച ഈ ഡ്രസ്സിന് എനിക്ക് 1000 രൂപയായി. കഴിഞ്ഞ ആഴ്ച ഈ ഡ്രസ്സിന് എനിക്ക് 1000 രൂപയായി. കഴിഞ്ഞ ആഴ്ച എങ്ങനെ പറയും? ദിസ് ഡ്രസ് കോസ്റ്റ് മീ 1000 rupees ലാസ്റ്റ് വീക്ക്. ദിസ് ഡ്രസ് കോസ്റ്റ് മീ 1000 rupees ലാസ്റ്റ് വീക്ക്. മനസ്സിലായല്ലോ എസ് എന്തുകൊണ്ടാണ് ഓടിപ്പോയെന്ന്? എനിക്കറിയാം ഇപ്പം എന്ത് സംശയം വന്നേന്ന്. പക്ഷെ നമ്മൾ കേൾക്കാറില്ലേ കട്ടിങ്, പുട്ടിങ്, ഹേർട്ടിങ് എന്നൊക്കെ കേൾക്കാറില്ലേ? അപ്പോൾ ഈ INGയുടെ പരിപാടി എന്താ? അങ്ങനെ വരാൻ പാടുണ്ടോ എന്ന് ചിന്തിക്കാറുണ്ട് അല്ലേ? നമ്മൾ ആകെ പറഞ്ഞേക്കുന്നത് എന്താ? ഇത് പാസ്റ്റിലേക്ക് പോകുന്ന സമയത്തുള്ള വ്യത്യാസമാണ്. ED എന്ന് പറയുന്ന പരിപാടി ഇവരുടെ കൂടെ വരില്ല. കട്ടഡ് ആവില്ല, ഷട്ടഡ് ആവില്ല, പുട്ടഡ് ആവില്ല, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു. അത് പാസ്റ്റിൽ വരുന്ന സമയത്ത് സെയിം തന്നെയാണ്. പക്ഷെ നമ്മുടെ പ്രസന്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ, നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ING നമുക്ക് ചേർക്കാം കേട്ടോ. അതാണ് ഈ ING വരാനുള്ള കാരണം. ഈ ING വരുമ്പോൾ ശ്രദ്ധിക്കുക, മുന്നിൽ ഈസ്, ആം, ആർ ഉണ്ടോ, അല്ലെങ്കിൽ വാസ്, വെയർ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഈസ്, ആം, ആർ നമ്മുടെ പ്രസന്റിലാണെങ്കിൽ ഇതിനു മുൻപ് നമ്മൾ ചെയ്തതാണ് കേട്ടോ, വീഡിയോ ചെയ്തതാണ്. അതുപോലെ വാസ്, വെയർ എന്താ? നമ്മളത് പാസ്റ്റ് ആവുന്ന സമയത്ത്. അപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ കൂടെ നമുക്ക് ING ഇവന്മാരുടെ കൂടെ ചേർക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇതൊന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈസ്, ആം, ആർ പ്രസന്റിലാണെങ്കിൽ, അല്ലെങ്കിൽ വാസ്, വെയർ പാസ്റ്റിലാണെങ്കിൽ. അവൾ ഇപ്പോൾ പച്ചക്കറി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസന്റ് കണ്ടിന്യൂസ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയും? ഷീ ഈസ് കട്ടിങ് വെജിറ്റബിൾസ് നൗ. ഷീ ഈസ് കട്ടിങ് വെജിറ്റബിൾസ് നൗ. ഈസ് കട്ടിങ്, കണ്ടോ? ING വരുമ്പോൾ മുന്നേ ഇത് നോക്കണം കേട്ടോ. ഈസ് വന്നിട്ടുണ്ടോ? ആം വന്നു. ഷീ ആയതുകൊണ്ടാണ് ഈസ് ആയത്. ഐ ആണെങ്കിലോ ഐ ആം കട്ടിങ് വെജിറ്റബിൾസ് നൗ എന്നാവും. ദേ ആണെങ്കിൽ ദേ ആർ കട്ടിങ് വെജിറ്റബിൾസ് നൗ എന്നാവും. ഓക്കെ. ഞാൻ ചെല്ലുമ്പോൾ അവൻ കേക്ക് മുറിക്കുകയായിരുന്നു. അതായത് പാസ്റ്റ് ടെൻസ് ആണ് കേട്ടോ. പക്ഷെ എന്താ? പാസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ING വരും. പക്ഷെ ഒരു കാര്യം എന്താ? ഈസ്, ആം, ആർ ആയിരിക്കില്ല, വാസ്, വെയർ. അത് നമ്മൾ ആളെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഹി ആയതുകൊണ്ട് വാസ് ആയിരിക്കും. നിങ്ങൾ പറഞ്ഞു നോക്കിയേ, അതെങ്ങനെയാ പറയാ? ഹി വാസ് കട്ടിങ് ദ കേക്ക് വെൻ ഐ അറൈവ്ഡ്. ഹി വാസ് കട്ടിങ് ദ കേക്ക്. വാസ് കട്ടിങ് ദ കേക്ക് വെൻ ഐ അറൈവ്ഡ്. എൻ്റെ കാലിപ്പോൾ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ എൻ്റെ കാലിപ്പോൾ വേദനിക്കുകയാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയും? മൈ ലെഗ് ഈസ് ഹേർട്ടിങ് നൗ. മൈ ലെഗ് ഈസ് ഹേർട്ടിങ് നൗ. മനസ്സിലായില്ലേ? ING എപ്പോൾ ചേർക്കണം, ആരുടെ കൂടെ ചേർക്കണം, എപ്പോൾ ചേർക്കണം? പിടികിട്ടിയല്ലോ. എനിക്ക് പറഞ്ഞേ, അവൾ ഇന്നലെ കേക്ക് മുറിച്ചു. എങ്ങനെ പറയും? അതോടൊപ്പം ഇതുകൂടെ ഒന്ന് ആലോചിച്ച് വെച്ചേക്കണേ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു കോസ്റ്റിന്റെ കൂടെ ED ചേർക്കില്ല, കോസ്റ്റഡ് എന്ന് പറയില്ല. അതുപോലെ തന്നെ കോസ്റ്റിന്റെ കൂടെ ING ചേർക്കാനും പാടില്ല. കാരണം അതൊരു സ്റ്റേറ്റീവ് വേർബാണ്. കാരണം ഇത് ഹേർട്ട് പോലെ, പുട്ട് പോലെ, അതായത് ഇടുക, വേദനിക്കുക എന്ന് പറയുന്ന പോലെ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയല്ല, ഒരവസ്ഥയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ലവ്, ലൈക്ക് എന്ന് പറയുന്ന പോലെയുള്ള ഒരു അവസ്ഥയാണ് അല്ലേ? കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കാണാനൊന്നും പറ്റില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്റ്റേറ്റീവ് വേർബ് എന്ന് പറയുന്നത്. നമ്മൾ മുൻപ് വീഡിയോ ചെയ്തതാണ്. ഓക്കെ, പറ്റുമെങ്കിൽ ഒന്ന് കണ്ടേക്കണേ കേട്ടോ. ആൻഡ് അതിൻ്റെ കൂടെ നമുക്ക് ING ചേർക്കാൻ പറ്റില്ല. ഇതിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കണക്റ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. നമുക്ക് വീണ്ടും പതുക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ പറഞ്ഞേ, അവൾ ഇന്നലെ കേക്ക് മുറിച്ചു എന്നെങ്ങനെ പറയും?